ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ 5th ചാപ്റ്ററായ ഹ്യൂമൻ ബോഡി എ വണ്ടർ ഓഫ് ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ അപ്പം നമ്മൾ പല്ല് അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു. ഇനി വായിക്കാത്തുള്ള വേറൊരു സാധനം എന്തുവാ? നാക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ടങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ ബേസിക്കലി നമ്മൾ ടങ് കൊണ്ട് എന്താ ചെയ്യുന്നത്? ടേസ്റ്റ് ചെയ്യും അല്ലേ? ടേസ്റ്റ് ബഡ്സ് ടു സെൻസ് ടേസ്റ്റ്. ടങ്കിലുള്ള ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്? ടേസ്റ്റ് ബഡ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അത് ഒറ്റ ടേസ്റ്റ്. ഇപ്പം നമുക്ക് പഞ്ചസാര കഴിക്കുമ്പോൾ മധുരം തോന്നുന്നതും ഉപ്പ് കഴിക്കുമ്പോൾ ഉപ്പാണെന്ന് തോന്നുന്നതും ഇതൊക്കെ എന്തുകൊണ്ടാണ്? ടേസ്റ്റ് ബഡ്സ് കൊണ്ടാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ബഡ്സ് നമ്മുടെ ടങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ടങ്കിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽപ്സ് ഇൻ സോളോയിങ്. ഫുഡ് ചവയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ എന്തുവാ? ഹെൽപ്സ് ടു മൂവ് ഫുഡ് ഇൻസൈഡ് ദ മൗത്ത്. വായിക്കാത്ത ഫുഡ് മൂവ് ചെയ്യണമെങ്കിൽ, അല്ല ചുമ്മാ ഇങ്ങനെ നാക്ക് വയ്ക്കാതെ ഇങ്ങനെ ചുമ്മാ വെച്ചോണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇത് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടങ്ക് വേണം. പിന്നെ ടു സെൻസ് ടേസ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടേസ്റ്റ് സെൻസ് ചെയ്യാം. ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്, സലൈവ. എന്താ? ഉമിനീര്, തുപ്പൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾസോ പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡൈജസ്റ്റീവ് പ്രോസസ്. ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? സലൈവയും കൂടെ ഒരു വലിയ റോള് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സലൈവ എവിടെ ഉണ്ടാവുന്നത്? നമ്മുടെ നാക്കിൻ്റെ ടങ്കിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത്, ആ ഒരു അടിയിൽ എന്തുണ്ട്? സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. ഈ ഗ്ലാൻഡാണ് എന്ത് ചെയ്യുന്നത്? സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സലൈവയും നമ്മുടെ ഡൈജഷനിൽ ഒരു വലിയ റോള് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് നെക്സ്റ്റ് ഫുഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. എങ്ങോട്ടായിരിക്കും പോകുന്നത്? തൊണ്ട. ഈ തൊണ്ട വഴി ഈ ഫുഡ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തണമെങ്കിൽ അവിടെ ഒരു ലോങ് ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിൻ്റെ പേരാണെന്ത്? ഈസോഫഗസ്. അപ്പോൾ ഈസോഫഗസ് എന്താ? ലോങ് ട്യൂബ് ദാറ്റ് കണക്ട് ദ മൗത്ത് ടു ദ സ്റ്റൊമക്ക്. വായിന്ന് സ്റ്റൊമക്ക് വരെ കണക്ട് ചെയ്യുന്ന ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസോഫാഗസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ്. ഇതൊരു മസ്കുലർ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇനി ഓക്കെ, അപ്പോൾ ഈസോഫാഗസ് എന്താണെന്ന് നമുക്ക് കിട്ടിയല്ലോ. നമ്മൾ കഴിക്കുന്ന ഫുഡ് വായിന്ന് എങ്ങോട്ടാ പോകുന്നത്? സ്റ്റൊമക്കിലേക്ക് എത്തണമെങ്കിൽ ഈ തൊണ്ടയിലൊക്കെ കൂടെ പോകുന്ന ഒരു ട്യൂബ്. ഈ ട്യൂബാണ് എന്ത്? ഈസോഫാഗസ്. അത് മസ്കുലർ ആണ്. ഓക്കെ, ഇനി പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതൊരു പാർട്ടല്ല. ഇത് നമ്മുടെ ഈ ഈസോഫാഗസിൽ കൂടെ ഫുഡ് പോകുന്നത്. നമുക്കിങ്ങനെ കുത്തി ഇറക്കാനൊന്നും പറ്റില്ലല്ലോ. ഇത് തന്നെ ഇത് വയറിലെത്തണമല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ തിങ്ങി നിൽക്കൂലേ. അപ്പോൾ ഇത് വയറിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഉണ്ട്. ഈ മൂവ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദ വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദി ഈസോഫാഗൽ വാൾസ്. ഈ മസ്കുലർ ആയിട്ടുള്ള ഈ ഈസോഫാഗസിന്റെ വാൾസിൽ എന്തുണ്ട്? ഇതാണ് ഈസോഫാഗസിന്റെ വാൾസ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വേവ് ലൈക്ക്, ഇപ്പോൾ കടലിൽ തിരമാല വരത്തില്ല ഇങ്ങനെ, അതേപോലെ ഫുഡ് എന്ത് ചെയ്യും? ഈ വോൾ ഇങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇതിൽ കൂടെ. അപ്പോൾ ഫുഡ് ഇങ്ങനെ മൂവ് ചെയ്ത് സ്റ്റൊമക്കിലെത്തും. ഇതാണ് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക്. അപ്പോൾ നമ്മൾ വായിന്ന് ഈസോഫാഗസിൽ കൂടെ മൂവ് ചെയ്ത് ഫുഡ് എവിടെ എത്തി? സ്റ്റൊമക്കിലെത്തി. ഇനി സ്റ്റൊമക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ഇപ്പം അറിയത്തില്ല അല്ലേ. ഇപ്പം വായിൽ എങ്ങനെയൊക്കെയാ ഫുഡ് നമ്മൾ നടക്കുന്നത്? അതായത് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന സാധനം, നമ്മൾ നേരത്തെ പഠിച്ച ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം. നമ്മളത് ചവച്ച് ഇറക്കി വായിൽ കൂടെ ഇറക്കുവാണ്. ഈസോഫാഗസിൽ കൂടെ അത് സ്റ്റൊമക്കിൽ എത്തുന്നു എന്ന് വരെ നമുക്കറിയാം. പക്ഷെ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോ ഐഡിയ. സോ നമുക്കത് നോക്കണം അല്ലേ. നമുക്ക് നോക്കാം. ഡൈജഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. ഇപ്പം ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പഠിച്ചു. ഏതാ? ഇഞ്ചക്ഷൻ, ഇൻടേക്ക് ഓഫ് ഫുഡ്. നമ്മൾ വായിൽ കൂടെ ഫുഡ് എടുക്കുന്നു, അത് ഈസോഫാഗസിൽ കൂടെ ഇറങ്ങുന്നു. ഇതാണ് നമ്മുടെ എന്ത്? ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഈസോഫാഗസിൽ എത്തുന്നവരെ ഇഞ്ചക്ഷൻ ആണ്. ഇനി അവിടുന്ന് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്താ? സെക്കൻഡ് സ്റ്റേജ് ആയി. അതാണ് എന്ത്? ഡൈജഷൻ. ഓക്കെ, അപ്പോൾ ഡൈജഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ന്യൂട്രീഷൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്. നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എത്തി. ഇനി നോക്കിക്കോ, ഡൈജഷൻ ടേക്ക് പ്ലേസ് പാർഷ്യലി ഇൻ ദ സ്റ്റൊമക്ക്. അതായത് ഈ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്നത് പാർഷ്യലി, പകുതിയോളം എവിടെയാണ് നടക്കുന്നത്? സ്റ്റൊമക്കിലാണ്. അത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഫുഡ് റിമെയിൻസ് 4 to 5 hours ഇൻ ദ സ്റ്റൊമക്ക്. വയറിൽ തന്നെ 4 to 5 hours എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിച്ചിട്ട് ഉടനെ കിടന്നുറങ്ങരുത് എന്നൊക്കെ പറയത്തില്ലേ.
ഇത്ര സമയം നമുക്ക് ഡൈജഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ഈ ഒരു ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ 4 to 5 hours ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഫുഡ് കഴിച്ച് ഉടനെ ഓടിക്കളിക്കുക, ഛർദിൽ വരും, ഓടിക്കളിച്ച ഛർദിക്കും എന്നൊക്കെ പറയത്തില്ല. അതിന് കാരണം ഇതാണ്. ഓക്കെ, ഡ്യൂ ടു ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൊമക് വാൾ ഫുഡ് ടേൺസ് ഇൻ ടു എ പേസ്റ്റ് ഫോം. ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു അത് എന്തായിരുന്നു? വേവ് ലൈക്ക് മൂവ്മെന്റ് ആയിരുന്നു. ഫുഡിനെ വായിന്ന് എവിടെ സ്റ്റൊമക്കിലേക്ക് എത്തിക്കാന്ന് വേവ് ലൈക്ക് മൂവ്മെന്റ് ആയിരുന്നു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്. ഈ മൂവ്മെന്റ് കൊണ്ട് എന്താവും? ഇതൊരു പേസ്റ്റ് ഫോം ആവും. നമ്മൾ കഴിച്ച ഫുഡ് ഒരു പേസ്റ്റ് ഫോം ആവും. കാരണം ഇതിങ്ങനെ ഇങ്ങനെ 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 പോവല്ലേ, കുഞ്ഞു അതെ, ഒരു സാധനത്തിൽ കൂടെ ഇങ്ങനെ വേവ് പോലെ ഇങ്ങനെ 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 വരുക. അപ്പൊ അതെന്താവും? നമ്മൾ ഒന്നാമത് ച്യൂ ചെയ്തിട്ടാണ് ഈ സാധനം വിടുന്നത്. അപ്പൊ അത് നല്ല പേസ്റ്റ് പോലെ ആവും. ഓക്കെ, ഭയങ്കര ഒരു ഇതിലാവും. ഓക്കെ, ഇനി എന്താ? ഇനി അങ്ങനെ പേസ്റ്റ് ആയ സാധനത്തിന് നമ്മുടെ സ്റ്റൊമക് വാൾ, പെരിസ്റ്റാൾട്ടിക് വാൾ അല്ല, സ്റ്റൊമക് വാൾ. ഇതാണ് നമ്മുടെ സ്റ്റൊമക് വാൾ. ഓക്കെ, ഈ സ്റ്റൊമക് വാളിൽ എന്തുണ്ട്? 2 സാധനങ്ങളുണ്ട്. ഗ്യാസ്ട്രിക് ജ്യൂസും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഈ 2 സാധനങ്ങളാണ് ഇവിടെ റോൾ ഉള്ളത്. ഏതൊക്കെയാ? ഗ്യാസ്ട്രിക് ജ്യൂസും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസ്. ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ത് ചെയ്യും? ഇതിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഗ്യാസ്ട്രിക് ജ്യൂസിനും ഹൈഡ്രോക്ലോറിക് ആസിഡിനും വേറെ വേറെ ഫംഗ്ഷൻ ഉണ്ട്. എന്താ നോക്കാം. ഗ്യാസ്ട്രിക് ജ്യൂസ് എന്താ ചെയ്യുന്നത്? ഫെസിലിറ്റേറ്റ് ഡൈജഷൻ നടക്കാൻ വേണ്ടി. അതായത് ഇത് ചുമ്മാ ഈ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഈ എവിടുന്ന് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കഴിഞ്ഞ് വന്ന ഈ പേസ്റ്റ് ആയിട്ടുള്ള സാധനത്തിനെ എന്ത് ചെയ്യണം? ഈ വയറ്റിലുള്ള സ്റ്റൊമക്കിലുള്ള ഒരു ജ്യൂസ്. ഓക്കെ, ഈ സാധനമാണ്, ഇത് ലിക്വിഡ് ആയിട്ടുള്ള സാധനമാണ്. ഇതാണ് ഇങ്ങനെ 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 ഇതിനെ പ്രോസസ്സ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ഗ്യാസ്ട്രിക് ജ്യൂസ്. ഫെസിലിറ്റേറ്റ് ഡൈജഷൻ. ഓക്കെ, രണ്ടാമത്തെ സാധനമാണ് എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതെന്താ ചെയ്യുന്നത്? 2 ഫംഗ്ഷൻ ഉണ്ട് ഇതിന്. പ്രോട്ടീൻ ഡൈജഷൻ ആൻഡ് പാത്തോജൻ ഡിസ്ട്രക്ഷൻ. ഓക്കെ, വേണ്ടാത്ത സാധനങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുന്നതും അതുപോലെ തന്നെ പ്രോട്ടീൻ ഡൈജഷൻ. ചില സാധനങ്ങൾ ഇപ്പോൾ എല്ലാ പ്രോട്ടീനും എല്ലാ സാധനങ്ങളും ഒന്നും എന്ത് ചെയ്യുന്നില്ല, വെള്ളത്തിൽ സോലിബിൾ ആവത്തില്ല. ഓക്കെ, ചിലത് ആസിഡിലേ സോലിബിൾ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് വെള്ളത്തിൽ സോലിബിൾ ആവാത്ത പ്രോട്ടീനൊക്കെ എന്ത് ചെയ്യും? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അങ്ങ് സോലിബിൾ ആക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോട്ടീൻ സോലിബിൾ ആക്കുകയും ചെയ്യും, അതുപോലെ തന്നെ പ്രോട്ടീൻ ഡൈജഷൻ നടക്കുകയും ചെയ്യും, പത്തോജനെ ഡിസ്ട്രക്ട് ചെയ്യുകയും ചെയ്യും. വേണ്ടാത്ത ഈ മറ്റേ കീടാണുക്കളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അങ്ങോട്ട് നശിപ്പിക്കുക. അതാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും സ്റ്റൊമക് വാൾ പ്രൊവൈഡ് ചെയ്യുന്ന 2 സാധനങ്ങളുണ്ട്. ഏതൊക്കെയാ? ഗ്യാസ്ട്രിക് ജ്യൂസും ഹൈഡ്രോക്ലോറിക് ആസിഡ്. എൻ്റെ 2ന്റെ ഫംഗ്ഷൻ എന്താ? ഫെസിലിറ്റേറ്റ് ഡൈജഷൻ. എന്ത്? ഗ്യാസ്ട്രിക് ജ്യൂസ് ഫെസിലിറ്റേറ്റ് ഡൈജഷൻ. ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 എണ്ണം ഉണ്ട്. 1 പ്രോട്ടീൻ ഡൈജഷൻ, 2 പാത്തോജൻ ഡിസ്ട്രക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സാധനമാണ് പറയാൻ പോകുന്നത്. അതെന്താന്ന് നോക്കിയാൽ, ഇപ്പം നമ്മുടെ എന്ത് കഴിഞ്ഞു? സ്റ്റൊമക്കിലുള്ള പരിപാടി കഴിഞ്ഞു. സ്റ്റൊമക്കിൽ ഇപ്പം ഇങ്ങനെ പത്തോജനൊക്കെ ഡിസ്ട്രക്ട് ചെയ്ത് പ്രോട്ടീൻ എല്ലാം എന്ത് ചെയ്ത് സോലിബിളായി സെറ്റ് ആയിട്ടിരിക്കും. അതെ, ഇനി എന്താ നടക്കാൻ പോണെന്നാ നോക്കുന്നത്. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ സ്റ്റൊമക്കിലിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റൊമക്കാണ് പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നതെന്ന്. സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരിപ്പുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്ത് പറ്റും? ദെൻ മൂവ്സ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഇവിടുന്ന് വന്ന സാധനം നേരെ മൂവ് ചെയ്ത് വരും. ഓക്കെ, ഇനി ഹ്യൂമൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? നമുക്കറിയാവോ? അതായത് 5 to 6 മീറ്റർ ലോങ് ആയിട്ടുള്ള ഇതുപോലെ ഇങ്ങനെ ചുറ്റി കിടക്കുന്ന ഒരു ട്യൂബ്. ഇതൊരു ട്യൂബ് തന്നെയാണ്. നേരെ വെച്ച ഇങ്ങനെ എത്ര മീറ്റർ ഉണ്ടാവും? 5 to 6 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ട്യൂബായിരിക്കും ഈ സാധനം. ഇതിങ്ങനെ ചുരുക്കി ഇങ്ങനെ കുഞ്ഞാക്കി വെച്ചേക്കുക. ഇങ്ങനെ കണ്ടോ? ചുരുക്കി വെച്ചേക്കുക. ഇതാണ് എന്ത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, എത്ര മീറ്റർ ഉണ്ട്? 5 to 6 മീറ്റർ ഉണ്ട്. ഓക്കെ, ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഈ പാർഷ്യലി ഡൈജസ്റ്റ് ആക്കി വെച്ചേക്കുന്ന ഈ ഫുഡ് ഉണ്ടല്ലോ, അതങ്ങോട്ട് കംപ്ലീറ്റ് ആവും. ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ, അതാണ് ഏത്? നമ്മൾ ഈ പാർഷ്യലി ചെയ്ത് വെച്ചേക്കുന്ന ഡൈജഷൻ, അത് ഗെറ്റ്സ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പം എന്ത് പറ്റി? സ്റ്റൊമക്കിൽ പാർഷ്യലി ഡൈജസ്റ്റ് ആയി കിടന്ന സാധനം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നപ്പോൾ ആദ്യം ഒന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആയി. അപ്പോൾ എന്ത് പറ്റി? സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഡൈജഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഇനി എന്ത് പറ്റും? ഓൾസോ അബ്സോർബ്സ് ഓഫ് ന്യൂട്രീഷൻ, അതായത് തേർഡ് സ്റ്റേജ് ഓൾസോ ബിഗിൻസ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം തീർന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ന്യൂട്രീഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ സ്റ്റേജാണ്. അതെന്താ? അബ്സോർപ്ഷൻ ഓഫ് ദ ന്യൂട്രിയൻസ്. ഓക്കെ, അത് എവിടെ നടക്കുന്നത് നമ്മൾ പറഞ്ഞു? എവിടെയാ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എത്ര മീറ്റർ ഉണ്ട്? 5 to 6 ഓക്കെ മീറ്റർ.
ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമ്മൾ അവിടെ നടക്കണ എന്താന്ന് പറഞ്ഞു, ദ കംപ്ലീറ്റേഷൻ ഓഫ് ദ ഡൈജഷൻ ഓഫ് ഫുഡ്. ഓക്കെ, നമ്മൾ സ്റ്റൊമക്കിൽ പകുതി കംപ്ലീറ്റ് ആയി വെച്ച സാധനം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. ആ പ്രോസസ്സാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ബൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലിവർ. ഓക്കെ, ഈ ലിവർ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ബൈൽ. ഓക്കെ, ഈ ബൈല് ഒന്നാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈല്. രണ്ടാമത്തെ സാധനമാണ് എന്ത്, പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ്. അതും കാണിക്കാം. ഓക്കെ, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. നമ്മൾ നേരത്തെ ഒരു ജ്യൂസിന്റെ കാര്യം പറഞ്ഞത് എന്നാന്നറിയാവോ, സ്റ്റൊമക്കിലൊരു ഗ്യാസ്ട്രിക് ജ്യൂസ്, അത് ഡൈജഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇത് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇതെന്നാ ചെയ്യുന്നതെന്ന് നോക്കാം. മിക്സസ് വിത്ത് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഫ്രം ദ സ്റ്റൊമക് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡൈജഷൻ സ്റ്റൊമക്കിൽ നിന്ന് വന്ന പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡുമായിട്ട് ആദ്യത്തെ സമയത്ത് തന്നെ വരുമ്പോൾ തന്നെ ഇതെന്ത് ചെയ്യും, ഈ ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും കൂടെ മിക്സ് ആവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആയ ഒരു സാധനമായി കിട്ടി. അപ്പോൾ എന്ത് പറ്റി, ഡൈജഷൻ കംപ്ലീറ്റ് ആയി. രണ്ടാമത് നടക്കുന്നത് എന്താ നമ്മൾ പറഞ്ഞല്ലോ, അബ്സോർപ്ഷൻ ഓഫ് ദ ഫുഡ്. അബ്സോർപ്ഷൻ. ഓക്കെ, ഇതെന്താ മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്തിൻ്റെ, ന്യൂട്രീഷൻ്റെ. ഓക്കെ, തേർഡ് സ്റ്റേജ്. ഇതെന്താ സംഭവം, ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ബൈ ദ വില്ലി. ഇനി പുതിയൊരു സാധനം നമ്മൾ പഠിക്കാൻ പോവാം. ഓക്കെ, ഇപ്പോൾ വരെ നമ്മൾ ഡൈജഷൻ വരെ പഠിച്ചു. ഇനി അബ്സോർപ്ഷൻ പഠിക്കാൻ പോകുമ്പോൾ അബ്സോർപ്ഷൻ എന്താ, മൂന്നാമത്തെ സ്റ്റേജ് ആണ് എന്തിൻ്റെ, ന്യൂട്രീഷൻ്റെ. ഇത് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പുതിയതായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനമാണ് എന്ത്, വില്ലി. ഓക്കെ, വില്ലി എന്തുവാ, വലിയൊരു പേരാണ്. ഓക്കെ, വില്ലി എന്താ, സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പ്രസന്റ് ഇൻ ദ വാൾ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ എന്താ, കുടലിൻ്റെ ഈ ഉള്ളിൽ, അതായത് ഇതാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇതിങ്ങനെ റൗണ്ടിലിരിക്കുന്നത് ഉണ്ട് ഇൻറ്റസ്റ്റൈൻ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഈ സാധനം അതാണിത്. ഇതാണ് എന്ത്, വില്ലി. ഓക്കെ, ഇതിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഇങ്ങനെ നമ്മുടെ കൈ നിൽക്കുന്ന കണ്ടോ, ഇതുപോലെയാണ് ഈ സാധനം നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. എൻ്റെ പേരെന്താ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, വില്ലി. ഓക്കെ, വില്ലി. ഇനി അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ബൈ ദ വില്ലി. ഓക്കെ, എന്താ പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ കൊണ്ടുവന്ന ഈ ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസൊക്കെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഈ സാധനത്തിൽ നിന്ന് ന്യൂട്രിയൻസ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കണമല്ലോ, ഇതെടുക്കുന്ന സാധനമാണ് എന്ത്, ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഇൻറ്റസ്റ്റൈൻ്റെ വാളിലുള്ള ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വില്ലി എന്ത് ചെയ്യും, ഇതിനകത്തുള്ള നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ, ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെടുത്ത് ഈ ബാക്കി സാധനം എന്തുവാ, വേസ്റ്റ്, നമുക്ക് ആവശ്യമില്ല. അതിപ്പോൾ അവിടെ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഇരിക്കുവാണ്, അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ വലിച്ചെടുത്ത ന്യൂട്രിയൻസിനെ എല്ലാം ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കണ്ടേ, അതിന് നമ്മൾ ഫോർത്ത് സ്റ്റേജിൽ പോകണം. അതാണ് തേർഡ് സ്റ്റേജ് കംപ്ലീറ്റ്. തേർഡ് സ്റ്റേജ് എന്താ, അപ്പോൾ ന്യൂട്രീഷനൊക്കെ വലിച്ചെടുത്തു. നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്തു. എവിടെ, എന്താ ചെയ്തത്, വില്ലി. അപ്പോൾ എന്തായി, തേർഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെ എന്ത് ചെയ്യണം എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫോർത്ത് സ്റ്റേജ് നോക്കണം. ഓക്കെ, ഫോർത്ത് സ്റ്റേജിൻ്റെ പേരാണ് അസിമിലേഷൻ. ഓക്കെ, അസിമിലേഷൻ എന്താ, ന്യൂട്രിയൻസ് ദാറ്റ് റീച്ചസ് ദ ബ്ലഡ് ബിക്കം പാർട്ട് ഓഫ് ദ ബോഡി. ദിസ് ഈസ് ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ അസിമിലേഷൻ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വില്ലി വലിച്ചെടുത്ത സാധനം വില്ലി തന്നെ ഇരുന്നാൽ മതിയോ, പോരാ, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ എല്ലാ പാർട്ടിലും എത്തണം, എന്നാലേ നമുക്ക് എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ബ്ലഡിലെത്തിയാൽ മതിയല്ലോ. ഇപ്പോൾ ഈ ന്യൂട്രിയൻസ് വില്ലി തന്നെ ഇരിക്കാതെ അത് ബ്ലഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലഡ് എല്ലാ പാർട്ടിലും വരുന്ന സാധനമാണ് അല്ലേ, അപ്പോൾ ബ്ലഡ് നമുക്കെല്ലാം എത്തിച്ചോളും. അതുകൊണ്ട് ന്യൂട്രിയൻസ് റീച്ചസ് ദ ബ്ലഡ്, അത് ബാക്കി ബോഡിയുടെ എല്ലാം പാർട്ടാവുന്നു. അങ്ങനെ അസിമിലേഷൻ എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റേജും കംപ്ലീറ്റ് ആയി. ഇപ്പം ന്യൂട്രീഷൻ്റെ ഫോർത്ത് സ്റ്റേജ് എന്താ, ബ്ലഡിലോട്ട് നമ്മുടെ പ്രോട്ടീൻസും ന്യൂട്രിയൻസ് ഒക്കെ എത്തുന്നു. അപ്പോൾ ഫോർത്ത് സ്റ്റേജ് കംപ്ലീറ്റ് ആയി, അസിമിലേഷൻ കഴിഞ്ഞു. ഇനി ഫിഫ്ത്ത് സ്റ്റേജ് എന്തായിരിക്കും, ദ പ്രോസസ് ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് റിമൂവൽ ഫ്രം അവർ ബോഡി. ഇനി നമ്മൾ നേരത്തെ ഈ വില്ലി കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ എടുത്തായിരുന്നല്ലോ.
ബാക്കി സാധനം ഇൻഡസ്റ്റൈനിൽ തന്നെ കിടക്കുമല്ലേ, ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യണ്ടേ അല്ലേ? ഇത് വേസ്റ്റ് അല്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം, നമുക്ക് ബോഡിയിൽ ഒട്ടും വേണ്ടാത്ത സാധനമാണ്. നമ്മൾ ഇതിനകത്തുള്ള എല്ലാ വെള്ളവും എല്ലാം വലിച്ചെടുത്തു. ഓക്കെ, ഇനി ഈ സാധനത്തിന് എന്താ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതെന്താണെന്നറിയാലോ, ഇതാണ് ലാർജ് ഇൻഡസ്റ്റൈൻ. ഓക്കെ, ഇതാണ് റെക്ടം, ലാർജ് ഇൻഡസ്റ്റൈൻ്റെ എൻഡ്. ഓക്കെ, ഇനി നമുക്ക് പ്രോസസ്സ് നോക്കാം. ആഫ്റ്റർ ദി അബ്സോർപ്ഷൻ ഓഫ് ദി ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷന് ശേഷം ബാക്കി വന്ന സാധനം എവിടെ ഇരിക്കും? എപ്പോഴും സ്മോൾ ഇൻഡസ്റ്റൈൻ ഇരിക്കുക. അതെന്ത്, ദ റെസിഡ്യൂസ്, ബാക്കി വന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ദ ഡൈജസ്റ്റഡ് ഫുഡ് മൂവ്സ് ടു ദ ലാർജ് ഇൻഡസ്റ്റൈൻ. ഓക്കെ, ഈ ഡൈജസ്റ്റഡ് ഫുഡ്, നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് ഇതിനകത്തുനിന്ന് ന്യൂട്രിയൻസ് എല്ലാം വലിയ എടുത്തതിന് ബാക്കി വന്നത് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ സ്മോൾ ഇൻഡസ്റ്റൈൻ ഇരിക്കുമായിരുന്നു. അതുവരെ നമ്മൾ പറഞ്ഞു. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് വന്നു ഇപ്പൊ പറഞ്ഞു? ലാർജ് ഇൻഡസ്റ്റൈനിലോട്ട്. ഓക്കെ, ലാർജ് ഇൻഡസ്റ്റൈൻ ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ സാധനം ഇങ്ങോട്ടേക്ക് വന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇനി ഇവിടുന്ന് വാട്ടർ ആൻഡ് സം സോൾട്ട് ആർ അബ്സോർബ് ടു ദ ലാർജ് ഇൻഡസ്റ്റൈൻ. ഈ ലാർജ് ഇൻഡസ്റ്റൈൻ വീണ്ടും ഇതിനെ ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്യും. ഓക്കെ, ഇതിനകത്തുനിന്ന് വീണ്ടും നമ്മൾ എടുക്കാൻ പറ്റുന്നത്ര നേരത്തെ എടുത്തു, പ്രോട്ടീൻ ന്യൂട്രിയൻസ് ഒക്കെ എടുത്തു. ഇനി ഇതിനകത്തുനിന്ന് വീണ്ടും കുറച്ച് സോൾട്ടും മറ്റേ കേനോ സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ കുറച്ച് വാട്ടർ കണ്ടന്റ്, ഇതൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ലാർജ് ഇൻഡസ്റ്റൈൻ അബ്സോർബ് ചെയ്തു. അത് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ നോക്കാം. ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം. ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ കൂടെ വരും, ഇങ്ങനെ ഫുഡ് വരുക. ഓക്കെ, ഫുഡല്ല, ആ വേസ്റ്റ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഇവിടെ എത്തി, ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്തു, ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴൊക്കെ ഈ വാൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്തു. എന്തൊക്കെ? വാട്ടറും സോൾട്ടും. ഇങ്ങനെ 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 വരുമ്പോഴൊക്കെ അബ്സോർവ് ചെയ്യുവാണേ. ഇങ്ങനെ എത്തി അവസാനം ഇവിടെ വരുന്നു, റെക്ടം എന്ന് പറയുന്ന ഈ ഫൈനൽ പാർട്ടിൽ വന്ന് നിന്നു. ഓക്കെ, ഇവിടുന്ന് ഏനസ് വഴി പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ജേണി ഇവിടെ നിന്ന് തുടങ്ങി ഫുൾ ആ ഒരു ജേണി നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ അത് പറയാം. എങ്ങനെയായിരുന്നു ആദ്യം മുതൽ? ഇന്ന് നമ്മൾ എവിടെ മുതലാണ് പറഞ്ഞത്? ടങ്ക് മുതലല്ലേ? ഓക്കെ, ആദ്യം ടങ്കിൽ വെക്കുന്നു. ടങ്ക് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടങ്ങിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. മൂവ് ചെയ്യാനും നമ്മളത് ചവയ്ക്കാനും ടേസ്റ്റ് സെൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു. ഇനി നമ്മൾ സലൈവ പറഞ്ഞു. സലൈവ എവിടെന്നാ കിട്ടുന്നത്? എവിടെന്നാ ഉണ്ടാവുന്നത്? അവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, സലൈവറി ഗ്ലാൻഡ്. ഓക്കെ, അത് കഴിഞ്ഞ് ഈസോഫാഗസ് പറഞ്ഞു. ഈസോഫാഗസിൽ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. അതെന്താ? പെരിസ്റ്റാൾസിസ്. അതൊരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സ്റ്റൊമക്കിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുതിയതായിരുന്നു. ഡൈജഷൻ നമുക്ക് പുതിയ ടോപ്പിക് ആയിരുന്നു. അത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാ അവിടെ പാർഷ്യലി ഡൈജഷൻ എല്ലാം നടക്കുന്നത് എവിടെയാ? സ്റ്റൊമക്കിലാണ്. 4 to 5 hours ഫുഡ് സ്റ്റൊമക്കിലുണ്ടാവും. അത് നമ്മൾ പറഞ്ഞു. ഇനി രണ്ട് സ്റ്റൊമക്കിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നു? ഗ്യാസ്ട്രിക് ജ്യൂസ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. അപ്പം ഇതിനകത്ത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ പത്തോജനെയൊക്കെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എന്തായിരുന്നു? നശിപ്പിക്കാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്? ഇതിനകത്തുള്ള ഒരു സാധനം, അത് ഏതായിരുന്നു? ഈ പത്തോജനെയൊക്കെ കൊല്ലുന്ന സാധനം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ എന്ത് പഠിച്ചു? സ്മോൾ ഇൻഡസ്റ്റൈൻ പഠിച്ചു. സ്മോൾ ഇൻഡസ്റ്റൈൻ ചുരുങ്ങിയിരിക്കുന്ന ഈ സാധനം നിവർത്തി വെച്ചാൽ എന്തായിരിക്കും? 5 to 6 meters ഉള്ള ഒരു ട്യൂബ് പോലെ കിട്ടും. പിന്നെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനില്ല. അതുപോലെ തന്നെ വേറൊരു സാധനം സൈമൾട്ടേനിയസ്ലി വേറൊരു സാധനം ഇവിടെ തുടങ്ങുന്നുണ്ട്. അതെന്താ? നമ്മുടെ തേർഡ് സ്റ്റേജ്. ഏത്? അബ്സോർപ്ഷൻ. ഓക്കെ, അത് നമ്മൾ തുടങ്ങി. ഇനി സ്മോൾ ഇൻഡസ്റ്റൈനിൽ രണ്ട് സാധനങ്ങൾ വീണ്ടും നമുക്ക് രണ്ട് ഇതെടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാ? ലിവറും പാൻക്രിയാസും പഠിച്ചില്ലേ? അവിടുന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക്, ലിവർ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പാൻക്രിയാസും ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിവർ ഏതാ? ബൈലും, പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസും. ഓക്കെ, ഇനി നമ്മൾ എന്ത് പഠിച്ചു? വില്ലി പഠിച്ചു. വില്ലി എന്തുവായിരുന്നു? ഫിംഗർ പോലെ ഇരിക്കുന്ന ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിരുന്നു. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രോട്ടീനും ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചു. ഇനി ഫോർത്ത് സ്റ്റേജ് അസിമിലേഷൻ. അതെന്തുവായിരുന്നു? നമ്മൾ ഈ അബ്സോർബ് ചെയ്ത സാധനങ്ങളൊക്കെ ബ്ലഡ് വഴി എല്ലാ പാർട്ടിലും എത്തി. ഫിഫ്ത്ത് സ്റ്റേജ് ഇജഷൻ. ഓക്കെ, ഇതുവഴി നമ്മൾ വേസ്റ്റ് എല്ലാം റിമൂവും ചെയ്തു. അതിന് ഏത് പാർട്ടാ? ലാർജ് ഇൻഡസ്റ്റൈൻ. ഓക്കെ, അപ്പം നമ്മളെ ഡൈജഷൻ, ഹ്യൂമൻ ഡൈജഷൻ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ന്യൂട്രീഷൻ്റെ കുറച്ച് പാർട്സ് നോക്കാം. ഓക്കെ, ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് പാർട്സ് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ ഇജഷൻ, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ, ഡൈജഷൻ, ഇതൊക്കെ നടക്കുന്ന കുറച്ച് പാർട്സ് ഉണ്ട്. പാർട്സ് നമ്മൾ എന്ത് ചെയ്യണം?
ഓർത്ത് വെച്ച് പഠിക്കണം. ഓക്കെ. അതിനുവേണ്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇപ്പോൾ പഠിക്കാൻ പോവാം. ഓക്കെ ഫസ്റ്റ് ഓക്കെ. ഈ ഫസ്റ്റ് മനുഷ്യനെ നമ്മൾ നോക്കുക. ആദ്യം നമ്മൾ നോക്കണം ഫുഡ് എടുത്ത് വെക്കുന്ന പാർട്ട് ഇതാണല്ലോ. അതെന്താ? മൗത്ത്. മൗത്ത്. ഇനി ഫുഡ് പോകുന്ന ഈ ഒരു പാർട്ട് അതെന്താ? ഈസോഫഗസ്. നമ്മൾ ഇതെല്ലാം പഠിച്ച് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ. ഇത് എവിടെ എത്തുന്നത്? സ്റ്റൊമക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താ മൗത്തും സ്റ്റൊമക്കും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് ഈസോഫഗസ് എന്ന്, അല്ലേ? യാ. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ. ഇത് കണ്ടോ? രക്തം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ഈ ഒരു സാധനമാണ് എന്ത്? 5 to 6 മീറ്റർ ഉള്ള ആ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കണ്ടാൽ തോന്നുമോ? ഇല്ല. ഇതെല്ലാം ചുരുക്കി വെച്ചാൽ ശരിക്കും അത്ര നീളം ഉണ്ട്, പക്ഷെ നമുക്ക് കാണുമ്പോഴൊന്നും തോന്നത്തില്ല. അപ്പൊ ഈ വലുതായിട്ട് ശരിക്കും പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ ചെറുതാണ്, ഇത്രയൊന്നും ഇല്ല, 5 to 6 ഇല്ല. പക്ഷെ വലിപ്പത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ വീതിയിലാണ് എന്തുള്ളത്? ലാർജ് ഇൻറ്റസ്റ്റൈന് വലിപ്പമുള്ളത്. ഓക്കെ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉള്ളിലിരിക്കുന്ന ഈ സാധനമാണ്. ഇനി രക്തം, അതാണ് ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ ഡൈജഷൻ നമുക്ക് സെറ്റായി. ഓക്കെ. ഇനി നമുക്ക് അമീബേൻ്റെ ഡൈജഷൻ, ന്യൂട്രീഷൻ എങ്ങനെ നടക്കണമെന്ന് നോക്കാം. ഓക്കെ. ആദ്യം പക്ഷേ ഉണ്ടല്ലോ, അമീബ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്താ ന്യൂട്രീഷൻ ഒന്നും അല്ല. അവർക്ക് അങ്ങനെയുള്ള നമ്മളെപ്പോലെ വലിയ എന്താ പാർട്സ് ഒന്നും ഇല്ല. വായും മൂക്കൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. മൈക്രോ ഓർഗാനിസം അല്ലേ. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഭയങ്കര സ്മോൾ ആണ് അവരുടെ ഡൈജസ്റ്റീവ് സ്റ്റെപ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഫുഡ് പാർട്ടിക്കിൾ, ഇതാണ് അവരുടെ ഭക്ഷണം കേട്ടോ. ഈ ഫുഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഇവരുടെ സെൽ മെമ്പറൈനിൽ തന്നെയുള്ള ആ ഒരു പാർട്ട് കൊണ്ട് എന്ത് ചെയ്യും? ഇതിനെ എൻഗൾഫ് ചെയ്യും. കണ്ടോ? വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത്. അതെ. ഇനി അതിനെ പതിയെ അതിനെ ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് അതിനകത്താക്കും. ഓക്കെ. വിഴുങ്ങി. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? അതിനെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നമ്മുടെ സെൽ മെമ്പറൈനിലുള്ള സാധനങ്ങൾ, സൈറ്റോപ്ലാസത്തിലുള്ള സാധനങ്ങളൊക്കെ അതിനിങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പതിയെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിലുള്ള ഈ കഴിച്ച ഫുഡിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ അബ്സോർബ് ചെയ്യും. ഓക്കെ. ഈ നമ്മുടെ പ്രോട്ടീൻസും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ സൈറ്റോപ്ലാസം ഇങ്ങനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഇതിനെന്ത് ചെയ്യും? ബാക്കി പാർട്ടിലേക്ക് ഇങ്ങനെ കൊടുക്കും. ആ ഒരു ഇപ്പൊ ഫുഡ് ഇരിക്കുന്ന പാർട്ടിന് മാത്രമല്ലേ ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. അതിനെന്ത് ചെയ്തു? എല്ലാ പാർട്ടിലേക്കും മറ്റേ ബ്ലഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവരതിനെ അങ്ങോട്ട് ഷെയർ ചെയ്യും. ഇവർക്ക് ഇവിടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുവാണല്ലോ. പിന്നെ അവരങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്തു? ഇജക്ഷൻ എങ്ങനെ നടക്കുന്നത്? ഇതിന് ബാക്കി വന്ന അവർക്ക് വേണ്ടാത്ത സാധനങ്ങളെ അവർ നൈസായിട്ട് പുറത്തോട്ട് കളയും. അതെങ്ങനെ? നമ്മൾ ഫുഡ് എടുത്ത പോലെ തന്നെ ഈ സെൽ മെമ്പറൈനിൽ കൂടെ തന്നെ അതിൻ്റെ പുറത്തുകൂടെ അവർ കളഞ്ഞു. ഇതാണ് എന്ത്? അമീബയുടെ ന്യൂട്രീഷൻ. സിമ്പിൾ അല്ലേ? ഭയങ്കര രസമായിട്ടുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്സ് തന്നെയാണ്. സ്റ്റെപ്സ് വിട്ടുപോരുത്. പടമൊന്നും പരീക്ഷിക്കുന്നു ചോദിക്കുന്നൊന്നുമില്ല. സ്റ്റെപ്സ് വിട്ടുപോരുത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇൻജക്ഷൻ, ഇൻടേക്ക് ഓഫ് ഫുഡ്. രണ്ടാമത് ഡൈജഷൻ നടക്കുന്നു, അബ്സോർപ്ഷൻ നടക്കുന്നു, അസിമിലേഷൻ നമ്മളെപ്പോലെ തന്നെ കേട്ടോ സ്റ്റെപ്സ്. ഇജക്ഷൻ. ഓക്കെ. 5 സ്റ്റെപ്സും പഠിച്ചു വെച്ചേക്കാം. ഇനി എന്താ? ഇനി നമുക്ക് കുറച്ച് അനിമൽസിൻ്റെ എന്ത് നോക്കാം? ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കാം. ഇപ്പം നമുക്ക് ആദ്യം നമുക്ക് ഹെന്നിൻ്റെ നോക്കാം. നോക്കിക്കേ. വായ, അതിൻ്റെ ചുണ്ട്, കൊക്കിൽ കൂടെ എന്ത് ചെയ്യും? ഇപ്പോൾ അതൊരു പുഴുവിനെ തിന്നാൻ നോക്കാം. ഒരു പുഴുവിനെ കൊത്തി തിന്നു. പതിയെ ഇങ്ങനെ ഈ ട്യൂബിൽ കൂടെ പോയി ഇവിടെ വേറൊരു സാധനം അല്ലേ നമുക്കില്ലാത്ത, സ്റ്റൊമക്കിലേക്കല്ലല്ലോ, വേറൊരു സാധനത്തിലേക്കല്ലേ പോയത്. ഓക്കെ. വേറൊരു സാധനം ക്രോപ്പ് എന്ന് തന്നെ പറയും. ഇതിലേക്ക് പോയി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി. ഇപ്പം നമുക്കില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. വേറെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അങ്ങനെ ഇവിടെ പുറത്തു പോയി. അതിൻ്റെ ക്ലോവാക്കാന്നാ പറയാം. അവിടെ കൂടെ പുറത്തു പോയി. ക്യാറ്റ് ആണെങ്കിൽ ഇപ്പം എന്താ കഴിച്ചു? മീൻ കഴിച്ചു. ഇങ്ങനെ പോയി ട്യൂബിൽ കൂടെ പോയി. ഇതിനും എന്തൊക്കെയൊക്കെയോ ഉണ്ട്, നമുക്കില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതും അതിനെ പുറത്ത് കളഞ്ഞു. പശുവും എന്താ കഴിക്കുന്നത്? പുല്ല് കഴിച്ചു. അത് കഴിച്ച് ഇവിടെ ചെന്നു. തേണ്ടേ വീണ്ടും നമുക്കറിയാത്ത കുറേ സാധനങ്ങൾ അവിടെ കൂടെ അതും എലിമിനേറ്റ് ചെയ്യുന്നു. പച്ച കളർ കൊടുത്തേക്കുന്നത് അല്ലേ. മീൻ കഴിക്കുന്നതുകൊണ്ട് ഇതിന് വേറെ കളറും. ഇത് ഇവിടെ കണ്ടോ വൈറ്റ് ഒക്കെ കൊടുത്തേക്കുന്നു. പല കളറാ. ഓക്കെ. അങ്ങനെ ഇത് അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? എല്ലാവർക്കും പല ടൈപ്പാണ്, പല രീതിയിലാണ് എല്ലാവരുടെയും ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാ? ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് നോട്ട് സിമിലർ ഇൻ ഓൾ ഓർഗാനിസം അല്ലേ. അപ്പോൾ അമീബയുടെ നമ്മൾ പറഞ്ഞ പോലെ അവരെങ്ങനെ അവരുടെ സൈറ്റോപ്ലാസം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്?
അതിനെ എൻഗൾഫ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഓർഗാനിസം അവർ അതുപോലെ തന്നെ അതിനെ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ബാക്കി ഇതിൻ്റെയൊക്കെ ഇപ്പോൾ നമുക്ക് ഹയർ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഡൈജഷൻ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, പല പല സ്റ്റേജസ് ആക്കി. എല്ലാ സ്റ്റേജസും പഠിച്ചു. എല്ലാ സ്റ്റേജസും എങ്ങനെയൊക്കെ നടക്കുന്നു, എവിടെയൊക്കെ നടക്കുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാ പാർട്സും ഒക്കെ നമ്മൾ എല്ലാം എന്ത് ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പഠിച്ചു. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ അമീബേഡം പഠിച്ചു, പല പല ഓർഗാനിസം എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഡൈജഷൻ എല്ലാവർക്കും ഡിഫറെൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഡൈജഷൻ. ഇനി അടുത്ത് നമുക്ക് റെസ്പിറേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ജസ്റ്റ് ശ്വാസം വലിച്ചിട്ട് പുറത്തേക്ക് ഇൻഹെയിൽ എക്സെയിൽ എന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എത്രയ്ക്കോ, ഇത് 1 മിനിറ്റ് 1 സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതിവിടെ പക്ഷേ ഇവിടെ ഉള്ളിൽ കുറേ സാധനങ്ങൾ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും ടാറ്റാ.